എന്റെ അമ്മേ, പുറത്ത് ഒന്നാം തരം വെയില് തുടങ്ങി. സമ്മർ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരേ പ്രോബ്ലം കാണും. ഈ ഇയർ ആയാലും ഒരു നല്ല എ സി മേടിക്കാന്ന്. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മാർക്കറ്റിൽ കുറെ എ സിസ് കാണും. ഒരാള് സ്റ്റാർ റേറ്റിംഗ് നോക്കാൻ പറയും, ഒരാള് ബ്രാൻഡ് നോക്കാൻ പറയും, മറ്റൊരാൾ ഇനി എന്തോ പറയും. ഇതെല്ലാം കേട്ട് ഏത് ബെസ്റ്റ് ആണെന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റാർട്ട് ആവും. സോ നിങ്ങളുടെ കൺഫ്യൂഷനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ എ സിസിനെ ഇൻഡെപ്ത് റിസർച്ച് ചെയ്ത് അതിലുള്ള ടോപ്പ് 5 എ സിസിനെ പർച്ചേസ് ചെയ്ത് ഇതെല്ലാം റിയൽ ടൈമിൽ എങ്ങനെ വർക്ക് ആവാമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എ സിസിനെ ഡിഫറെന്റ് റൂംസിൽ ഇൻസ്റ്റാൾ ചെയ്ത് ലാസ്റ്റ് 90 ഡേയ്സ് തൊട്ട് ഇൻഡെപ്ത് ടെസ്റ്റിംഗ് ചെയ്യുക. ലൈക്ക് ഈ എ സിസ് റൂമിനെ എത്ര ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യും, എയർ ഫ്ലോ റൂമിൽ ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ടോ, നോയ്സ് ലെവൽസ് എങ്ങനെയുണ്ട്, ഇലക്ട്രിസിറ്റി കൺസംഷൻ എത്രയുണ്ട്, ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സിനെ കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. സോ ഈ ഇയർ നിങ്ങൾ എ സിസ് മേടിക്കാൻ നോക്കുവാണെങ്കിൽ ഈ വീഡിയോ ഉണ്ടാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. ഇനി ലേറ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞങ്ങൾ എടുത്ത എ സിസ് എല്ലാം 2025 ബെസ്റ്റ് സെല്ലിംഗ് എ സിസ് ആണ്. അതെന്താ ബെസ്റ്റ് എ സിസ് 2026 എന്ന് പറഞ്ഞ് ചേച്ചി 2025 മോഡൽസ് പറയുമെന്ന് വിചാരിക്കുവാണോ? 2026 മോഡൽസ് എല്ലാം ഇനി മാർക്കറ്റിൽ സെറ്റിൽ ആയില്ല ആൻഡ് ന്യൂ ലോഞ്ച് ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസും കൂടുതലാണ്. ഇനി റിയൽ യൂസർ റിവ്യൂസും കൂടുതലില്ല. അതുകൊണ്ട് ഞങ്ങൾ 2025 ബെസ്റ്റ് സെല്ലിംഗ് എ സിസിനെ മേടിച്ചു. സോ ലോങ് ടേം ഡ്യൂറബിലിറ്റി, സർവീസ് ഇഷ്യൂസിന്റെ കൂട്ട് മേജർ പ്രോബ്ലംസ് ഒന്നും കാണത്തില്ല. ഇനിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ലോഞ്ച് ടൈമിലുള്ള പ്രൈസിനെക്കാളും ഇപ്പൊ റീസണൽ പ്രൈസസിൽ അവൈലബിൾ ആണ്. ഇനി ഞങ്ങൾ എടുത്ത ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ LG, ഡൈക്കിൻ, സാംസങ്, വോൾട്ടാസ് ആൻഡ് ബ്ലൂ സ്റ്റാർ. ഈ 5 മോഡൽ എ സിസും 1.5 ടൺ 5 സ്റ്റാർ ഇൻവെർട്ടർ എ സിസ് ആണ്. ഈ പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ഈ 2 പ്ലാറ്റ്ഫോംസിൽ കണ്ട് എവിടെ ബെസ്റ്റ് ഓഫേഴ്സ് ഉണ്ടെന്ന് നോക്കി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് 2026 മോഡൽസ് വേണമെങ്കിൽ അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി കണ്ട ഇതെല്ലാം സോളിഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലിന്റെ കൂടെ നല്ല പ്രീമിയം ലുക്ക് കൊണ്ടാണ് വരുന്നത്. ലാസ്റ്റ് ടൈം എ സി ബൈങ് ഗൈഡ് വീഡിയോയിൽ പറഞ്ഞതുപോലെ R32 ഗ്യാസ് ഉണ്ടാവണം, ഇൻവെർട്ടർ എ സിസ് എടുക്കണം, 100% കോപ്പർ കണ്ടൻസർ ഉണ്ടാവണം ആൻഡ് ആന്റി കൊറോഷൻ കോട്ടിംഗ് ഉള്ള എ സിസിനെ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ മേടിച്ച 5 എ സിസിൽ ഈ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് മേൽ ഐക്കോൺ ആൻഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് എ സിനെ പറ്റി എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. മെയിൻ എ സി കൂളിംഗ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ എനർജി എഫിഷ്യൻസി ആൻഡ് ടണേജിനെ കുറിച്ച് അറിയാവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് എനർജി എഫിഷ്യൻസിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ സ്റ്റിക്കറിന്റെ മേളിൽ 5 സ്റ്റാർ റേറ്റിംഗിന്റെ കൂടെ ISEER എന്നൊരു നമ്പർ കാണും. ഈ നമ്പർ എത്ര കൂടുതലുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ അത്ര കുറവായിരിക്കും. ആൻഡ് ഇത് എപ്പോഴും അബവ് 5 ഉള്ളത് മേടിക്കുക. ഇവിടെ കണ്ട LG ആൻഡ് ഡൈക്കിനിൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ 5.2 ISEER ഉണ്ട് ആൻഡ് നെക്സ്റ്റ് സാംസങ് 5.15 ഉണ്ട്. അങ്ങനെ തന്നെ ബ്ലൂ സ്റ്റാർ ആൻഡ് വോൾട്ടാസിൽ 5 ഉണ്ട്. സോ ഓവറോൾ ആയിട്ട് കണ്ട LG ആൻഡ് ഡൈക്കിനിൽ ഈ ISEER നമ്പർ കൂടുതലുണ്ട്. ഇനി ടണേജ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ എ സിയുടെ കൂളിംഗ് കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ 1.5 ടൺ എ സിസ് റിയൽ ടൈമിൽ 1.5 ടൺ കൂളിംഗ് കപ്പാസിറ്റി കാണത്തില്ല. സോ ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈക്കിനിൽ കണ്ട 5280 വാട്ട്സ് ഉണ്ട്. ഇതിനെ ടണ്ണേജിലോട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോ 1.5 ടൺ എന്ന് വന്നു. അങ്ങനെ തന്നെ സാംസങ്, LG ആൻഡ് ബ്ലൂ സ്റ്റാറിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ 1.4 ടൺ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വോൾട്ടാസിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ 1.38 ഉള്ളൂ. കണ്ടോ, ഞങ്ങൾ ഓൺലൈനിൽ മേടിക്കുമ്പോ ഇതെല്ലാം 1.5 ടൺ എന്ന് മെൻഷൻ ചെയ്യും. പക്ഷെ ഞങ്ങൾ ഒറിജിനൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഓൺലി ഡൈക്കിൻ മാത്രമേ 1.5 ടൺ ഉണ്ട്. ആൻഡ് ടണ്ണേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇൻഫോയിൽ ആൻഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റിയൽ കൂളിംഗ് ടെസ്റ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഡിജിറ്റൽ ടെമ്പറേച്ചർ മീറ്റേഴ്സിനെ റൂമിൽ ഡിഫറെന്റ് പ്ലേസസിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് റിസൾട്ട്സ് ആക്യുറേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാ റൂംസിൽ സെയിം റൂം കണ്ടീഷൻ ആൻഡ് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോ ഈ എല്ലാ എ സിസിനെ 24ൽ വെച്ച് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ റിസൾട്ട്സ് കണ്ട ഫസ്റ്റ് 5 മിനിറ്റ്സിൽ തന്നെ LG ആൻഡ് ഡൈക്കിൻ റൂമിനെ ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്തു. നെക്സ്റ്റ് 20 മിനിറ്റ്സ് വരെ ഈ എ സി കൂളിംഗിനെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് നോക്കാം. എന്നാന്ന് വെച്ചാൽ എ സിസ് ആയാലും ഇനീഷ്യലി കൂളിംഗ് നന്നായിട്ട് തന്നെ തരും. പക്ഷെ ഡിസൈർഡ് ടെമ്പറേച്ചർ റീച്ച് ആയി കഴിഞ്ഞിട്ട് എ സി കൂളിംഗിനെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് അറിയാവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടെസ്റ്റ് റിസൾട്ട്സ് കണ്ട ഡൈക്കിൻ ആൻഡ് സാംസങ് ഈ രണ്ടും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ 24 ഡിഗ്രീസിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് വേറെ എ സിസിന്റെ കൂളിംഗിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക. ആൻഡ് കുറെ പേര് എ സിയുടെ കൂളിംഗ് ബെഡിന്റെ അടുത്ത് കാണും, കോർണേഴ്സിൽ കൂൾ ആവത്തില്ല എന്ന് വിചാരിക്കും. ഇവൻ എനിക്കും സെയിം ഡൗട്ട് ഉണ്ടായിരുന്നു.
സോ കോർണേഴ്സിൽ കൂളിംഗ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഈ ഡിജിറ്റൽ ടെമ്പറേച്ചർ മീറ്റേഴ്സിനെ ഫ്രണ്ട് കോർണർ ആൻഡ് സൈഡ് കോർണറിൽ പ്ലേസ് ചെയ്യുക. ഇനി റിസൾട്ട്സ് ആക്യുറേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാ ACsൽ സ്വിംഗ് മോഡിനെ ഓൺ ചെയ്യുക. ഇത് കാരണം റൂം മുഴുവനും കൂളിംഗ് ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവും. ഇവിടെ റിസൾട്ട്സ് കണ്ട ഡൈക്കിൻ, LG ആൻഡ് സാംസങ് ഈ മൂന്നും കോർണേഴ്സിൽ നന്നായിട്ട് കൂളിംഗ് തന്നു. ഓവറോൾ ആയിട്ട് കണ്ട ഈ ടെമ്പറേച്ചർസിൽ മേജർ ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ എല്ലാ ACs കൂടുതൽ ടൈം എടുത്താലും കോർണേഴ്സിൽ കൂളിംഗ് നന്നായിട്ട് തന്നെ ഉണ്ട്. നെക്സ്റ്റ് എയർ ഫ്ലോ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ എയർ ഫ്ലോ എത്ര കൂടുതലുണ്ടെങ്കിൽ വലിയ റൂംസിൽ അത്ര ബെറ്റർ കൂളിംഗ് തരും. പക്ഷെ എല്ലാ ACsൽ ബ്ലോവർ സ്ട്രെങ്ത്, സ്വിംഗ് ഡിസൈൻ, എയർ ത്രോ പാറ്റേൺ ഡിഫറെന്റ് ആണ്. സോ യൂണിഫോം റൂം കണ്ടീഷന് വേണ്ടി ACനെ ഹൈ സ്പീഡിൽ വെച്ച് ACന് 5 feet ഡിസ്റ്റൻസിൽ എയർ ഫ്ലോ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാം. ആൻഡ് റിസൾട്ട്സ് ആക്യുറേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഈ ആനിമോമീറ്ററിന് യൂസ് ചെയ്യുക. ഈ ടെസ്റ്റ് റിസൾട്ട്സിനെ കണ്ട സാംസങ്, ബ്ലൂ സ്റ്റാർ ആൻഡ് വോൾട്ടാസ് ഈ മൂന്നിലും ഹൈ എയർ ഫ്ലോനെ കാണിച്ചു. നെക്സ്റ്റ് AC റൺ ആവുമ്പോൾ എത്ര നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. AC നോർമൽ മോഡിൽ റൺ ആവുമ്പോൾ കൂടുതൽ നോയ്സ് ഒന്നും കേൾക്കത്തില്ല. പക്ഷെ ACനെ ടർബോ മോഡിൽ വെക്കുമ്പോൾ ഫാൻ ഫുൾ സ്പീഡിൽ റണ്ണായി ഒറിജിനൽ നോയ്സ് പുറത്ത് കേൾക്കാൻ പറ്റും. സോ നോയ്സ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ടർബോ മോഡ് എന്നാന്ന് നോക്കാം. ജനറൽ ആയിട്ട് നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ റൂം ഫാസ്റ്റ് ആയിട്ട് കൂളാവാൻ ഈ ടർബോ മോഡിനെ യൂസ് ചെയ്യാം. ഇത് ബ്രാൻഡിനനുസരിച്ച് ഡിഫറെന്റ് നെയിംസിൽ കാണും. LGയിൽ വിരാട് മോഡ്, ഡൈക്കിനിൽ പവർ ചിൽ മോഡ്, സാംസങ്ങിൽ ഫാസ്റ്റ് കൂളിംഗ് മോഡ് ആൻഡ് വോൾട്ടാസ് ആൻഡ് ബ്ലൂ സ്റ്റാറിൽ ടർബോ മോഡ് എന്ന് കാണും. ഈ മോഡ് ഓൺ ചെയ്യുമ്പോൾ AC ഫുൾ കപ്പാസിറ്റിയിൽ റണ്ണായി കുറച്ച് ടൈമിൽ തന്നെ റൂം ടെമ്പറേച്ചർ കുറയും. ഇപ്പൊ ഈ കണ്ടീഷനിൽ ACs എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ടെസ്റ്റിന് വേണ്ടി ഈ മീറ്ററിനെ AC വെന്റിന്റെ അടുത്ത് ബെഡിന്റെ മേളിൽ ആൻഡ് കോർണേഴ്സിൽ പ്ലേസ് ചെയ്ത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഈവൻ റിസൾട്ട്സിന് വേണ്ടി എല്ലാ റൂംസിൽ ടെമ്പറേച്ചർ അറൌണ്ട് 33 degreesൽ വെച്ച് ടർബോ മോഡ് ഓൺ ചെയ്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് AC വെന്റിന്റെ അടുത്ത് ടെമ്പറേച്ചർ എത്ര ഡ്രോപ്പ് ആയെന്ന് നോക്കാം. ഇവിടെ കണ്ട ഡൈക്കിൻ ആൻഡ് LG ഈ രണ്ടും വിത്തിൻ 5 minutesൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് കൂളായി. അങ്ങനെ തന്നെ 15 minutes കഴിഞ്ഞിട്ട് നോക്കിയാ ഡൈക്കിൻ എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 4.7 degreesനെ റെക്കോർഡ് ചെയ്തു. സോ ഓവറോൾ ആയിട്ട് ടെസ്റ്റ് റിസൾട്ട്സ് ഒബ്സർവ് ചെയ്ത വേറെ ACs ആയിട്ട് കമ്പയർ ചെയ്ത ഡൈക്കിൻ, LG ആൻഡ് സാംസങ് നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ബെഡിന്റെ അടുത്ത് റിസൾട്ട്സ് കണ്ട ഡൈക്കിൻ എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 10 minutesൽ തന്നെ കൂൾ ചെയ്തു. നെക്സ്റ്റ് LG ആൻഡ് സാംസങ് ഈ രണ്ടും കൂൾ ചെയ്യാൻ 20 minutes ടൈം എടുത്തു. റിമൈനിങ് രണ്ട് ACസും റൂമിനെ കൂൾ ചെയ്യാൻ കൂടുതൽ ടൈം എടുത്തു. ഈ ടർബോ മോഡിൽ ACനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത കംപ്രസറിന്റെ മേളിൽ ലോഡ് കൂടും. അത് മാത്രമല്ലാതെ പവർ കൺസംഷൻ കൂടും. ഇത് കാരണം ACയുടെ ലൈഫ് ടൈം കുറവാകും. സോ എന്റെ റെക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് റൂം കൂളാവുന്ന വരെ ടർബോ മോഡിൽ വെച്ച് പിന്നെ നോർമൽ മോഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നത് ബെസ്റ്റ് ആണ്. ഇനി നോയ്സിനെ കുറിച്ച് നോക്കാം. ഇത് ഡേ ടൈമിൽ അത്രയും നോട്ടീസ് ആവത്തില്ല. പക്ഷെ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് റൂം സൈലന്റ് ആയിട്ടിരിക്കും. സോ ചെറിയ സൗണ്ട് ആയാലും കൂടുതൽ ഡിസ്റ്റർബൻസ് തരും. ആക്യുറേറ്റ് റിസൾട്ട്സിന് വേണ്ടി ഈ ഡെസിബൽ മീറ്ററിനെ യൂസ് ചെയ്യുക. ആൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി AC ഫാൻ സ്പീഡിനെ മീഡിയമിൽ വെച്ച് 5 feet ഡിസ്റ്റൻസിൽ എത്ര നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യുക. ഫൈനൽ റിസൾട്ട്സ് കണ്ട LG എല്ലാത്തിനേക്കാൾ കുറവ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ബ്ലൂ സ്റ്റാർ ആൻഡ് ഡൈക്കിനിൽ മോഡറേറ്റ് റേഞ്ച് നോയ്സ് ഉണ്ട്. സാംസങ് കുറച്ച് ഹയർ സൈഡിലുണ്ട്. ആൻഡ് വോൾട്ടാസ് ഹയസ്റ്റ് നോയ്സ് ലെവൽസ് റെക്കോർഡായി. ഇനി ഫൈനൽ ആയിട്ട് റിസൾട്ട്സ് നോക്കുന്നതിന് മുമ്പ് ഈ ACsൽ വരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഈ എല്ലാ ACsൽ 5-in-1 കൺവേർട്ടബിൾ മോഡ് ഉണ്ട്. ഈ മോഡ് യൂസ് ചെയ്ത് ഞങ്ങൾക്ക് കംപ്രസർ കപ്പാസിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പുറത്ത് ലോ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവ് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ACനെ C1 മോഡിൽ വെച്ചാൽ AC ലോ കപ്പാസിറ്റിയിൽ റണ്ണായി എഫിഷ്യന്റ് കൂളിംഗ് തരും. അതേ പുറത്ത് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂമിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ACനെ CA മോഡിൽ വെച്ചാൽ ഹയസ്റ്റ് കപ്പാസിറ്റിയിൽ റണ്ണായി റൂമിനെ ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യും. ഇങ്ങനെ വെതർ കണ്ടീഷൻസ് ആൻഡ് ഞങ്ങളുടെ യൂസേജിനെ പറ്റി മോഡ്സ് ചേഞ്ച് ചെയ്യുന്നത് കാരണം പെർഫോമൻസ് മെയിൻറ്റെയിൻ ആയിക്കൊണ്ട് പവർ ബില്ലും സേവ് ആവും. നെക്സ്റ്റ്, വൈഫൈ ഫീച്ചർ എന്താന്ന് നോക്കാം. ഇവിടെ സാംസങ് ആൻഡ് ബ്ലൂ സ്റ്റാർ ഈ രണ്ടിനും വൈഫൈ ഫീച്ചർ ഉള്ളത് കൊണ്ട് മൊബൈൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഫീച്ചർ നമുക്ക് എപ്പോ യൂസ് ആവുമെന്ന് വെച്ചാൽ പുറത്തുള്ളപ്പോ മൊബൈലിൽ നിന്ന് തന്നെ AC ഓൺ ചെയ്താൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് റൂം മുഴുവനും കൂൾ ആയിട്ടിരിക്കും. അങ്ങനെ തന്നെ റിമോട്ട് കാണാതപ്പോ ഞങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഡീഹ്യൂമിഡിഫയർ ഫീച്ചർ. ഈ ഫീച്ചർ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള പ്ലേസിൽ യൂസ് ആവും. കൊല്ലം, കൊച്ചി ഇങ്ങനെ കോസ്റ്റൽ ഏരിയാസിൽ ഉള്ളവരാണെങ്കിൽ ഡീഹ്യൂമിഡിഫയർ ഫീച്ചർ ഉള്ള ACs മേടിച്ചാൽ കംഫർട്ടബിൾ കൂളിംഗ് തരും. ഇവിടെ കണ്ട ബ്ലൂ സ്റ്റാർ അല്ലാതെ വേറെ എല്ലാ ACsൽ ഡീഹ്യൂമിഡിഫയർ ഫീച്ചർ ഉണ്ട്. നെക്സ്റ്റ്, ഈ ACsൽ യൂസ് ചെയ്യുന്ന കംപ്രസർ ടെക്നോളജി എന്താണെന്ന് നോക്കാം. LGയിൽ ഡ്യുവൽ റോട്ടറി കംപ്രസർ യൂസ് ചെയ്യുക. ഇത് കാരണം വൈബ്രേഷൻ കുറവാവും ആൻഡ് കൂളിംഗ് സ്മൂത്ത് ആയിട്ട് മെയിൻറ്റെയിൻ ആവും.
ഡൈക്കിനിൽ സ്വിംഗ് കംപ്രസർ ടെക്നോളജി യൂസ് ചെയ്യുക. ഇത് കാരണം ഗ്യാസ് ലീക്കേജ് കുറവാണ് ആൻഡ് കൂളിംഗും ഫാസ്റ്റ് ആയിട്ട് ഇരിക്കും. അത് മാത്രമല്ലാതെ ഇതവർ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തതാ. നെക്സ്റ്റ് സാംസങ് ആൻഡ് ബ്ലൂ സ്റ്റാറിലാണെങ്കിൽ വേരിയബിൾ സ്പീഡ് ഇൻവെർട്ടർ കംപ്രസറിനെ യൂസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വോൾട്ടാസിൽ BLDC റോട്ടറി കംപ്രസറിനെ യൂസ് ചെയ്യുക. ഈ ടെക്നോളജീസ് കാരണം AC എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവും. ഇതെല്ലാം ഞങ്ങൾ സെയിൽ ടൈമിൽ ആവറേജ് ആയിട്ട് 35 to 40K പ്രൈസ് റേഞ്ചിൽ മേടിച്ചതാ. പക്ഷെ ഇപ്പൊ ഇതെല്ലാം 40K എബവ് ഉണ്ട്. എന്നോട് ചോദിച്ചാ ഈ ACസിന് സെയിൽ ടൈമിൽ ഒരു സമ്മർ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് മേടിച്ചാ നല്ല ഡിസ്കൗണ്ട്സ് കിട്ടും. നെക്സ്റ്റ് വാറന്റി. ഈ വാറന്റി ACസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ആയിട്ട് ACസിൽ 3 ടൈപ്സ് ഓഫ് വാറന്റീസ് കാണും. കോംപ്രിഹെൻസീവ് വാറന്റി, കംപ്രസർ വാറന്റി ആൻഡ് PCB വാറന്റി. ഇപ്പൊ ഞങ്ങൾ മേടിച്ച ACസിൽ ഈ വാറന്റീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ്, കോംപ്രിഹെൻസീവ് വാറന്റി. ഇത് കംപ്ലീറ്റ് AC യൂണിറ്റ് മേളിൽ കാണും. ഇവിടെ കണ്ട LG മാത്രം 1 year തരുക. ബാക്കി എല്ലാ ബ്രാൻഡ്സ് 5 years കോംപ്രിഹെൻസീവ് വാറന്റി തരുക. നെക്സ്റ്റ്, കംപ്രസർ വാറന്റി നോക്കിയാൽ LG, സാംസങ്, ഡൈക്കിൻ ഈ മൂന്നും 10 years കംപ്രസർ വാറന്റി തരുക. പക്ഷെ വോൾട്ടാസ് ആൻഡ് ബ്ലൂ സ്റ്റാർ 5 year മാത്രമേ ഉണ്ട്. നെക്സ്റ്റ്, PCB വാറന്റി ഇമ്പോർട്ടന്റ് ആണ്. എന്നാന്ന് വെച്ചാൽ ഇൻവെർട്ടർ ACസിൽ PCB റിപ്ലേസ്മെന്റ് കോസ്റ്റ് കൂടുതലാവും. LG, വോൾട്ടാസ് ആൻഡ് ബ്ലൂ സ്റ്റാർ 5 years വാറന്റി തരുക. സാംസങ് ആൻഡ് ഡൈക്കിനിൽ PCB കവറേജ് ലിമിറ്റഡ് ആണ്. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ഈ രണ്ടിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എവിടെ ബെസ്റ്റ് ഓഫർ കിട്ടുമെന്ന് നോക്കി അവിടെ നിന്ന് ഓർഡർ ചെയ്യുക. നെക്സ്റ്റ്, ACസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് സർവീസ് സെന്റേഴ്സ്. നിങ്ങളുടെ ലൊക്കേഷൻ ഒരു ഏരിയയിൽ സർവീസ് സെന്റേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ പ്രോബ്ലം വന്നാലും നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്ത് വിളിക്കാൻ പറ്റും ആൻഡ് പ്രോബ്ലമും പെട്ടെന്ന് ഫിക്സ് ആവും. സോ ഇന്ത്യ വൈസ് കണ്ട LG, സാംസങ് ആൻഡ് ഡൈക്കിനിൽ സർവീസ് സെന്റേഴ്സ് കൂടുതലുണ്ട്. സോ നിങ്ങളുടെ ലൊക്കേഷനെ കണ്ട് സർവീസ് സെന്റേഴ്സ് അവൈലബിൾ ഉണ്ടെന്ന് നോക്കുക. ആൻഡ് AC പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് കുറെ പേര് ഇൻസ്റ്റലേഷൻ ചാർജസിനെ മറന്നുപോകും. ഞങ്ങൾക്ക് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ 2K to 3K ഇൻസ്റ്റലേഷൻ ചാർജസ് എടുത്തിട്ടുണ്ട്. എന്റെ റിക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു പേഴ്സൺ അടുത്ത് നിന്ന് കെയർഫുൾ ആയിട്ട് ഫിക്സ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വേറെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഔട്ട്ഡോർ യൂണിറ്റ് ശരിക്കും ഫിക്സ് ചെയ്യത്തില്ല. ആൻഡ് വാട്ടർ ഡ്രെയിനേജ് പൈപ്പിനെ റോങ് ആയിട്ട് ഫിക്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ പേഴ്സണൽ ആയിട്ട് ഫേസ് ചെയ്തതാ. LG AC ഇൻസ്റ്റാൾ ചെയ്തപ്പോ വാട്ടർ ഡ്രെയിനേജ് പൈപ്പ് ഇങ്ങനെ ലീക്ക് ആയതാ. ഇങ്ങനെ ആയാൽ ACനെ പിന്നെയും ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടി വരും. ഇത് കാരണം AC ഡാമേജ് ആവും ആൻഡ് സർവീസ് ചാർജസ് എന്ന് പറഞ്ഞ എക്സ്ട്രാ പൈസ കിട്ടേണ്ടി വരും. സോ ഓവറോൾ ആയിട്ട് ലാസ്റ്റ് 90 days തൊട്ട് ഈ ACs എല്ലാം കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫൈനൽ റിസൾട്ട്സ് കണ്ട ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റിക്കമെൻഡേഷൻ LG ആൻഡ് ഡൈക്കിൻ. എന്നാന്ന് വെച്ചാൽ ഇത് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി റൂമിൽ കൂളിംഗിനെ സസ്റ്റൈനബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് LGയിലാണെങ്കിൽ നോയിസ് ലെവൽസും കുറവാണ്. അതേ നിങ്ങൾ ഹെവി ഡ്യൂട്ടി ACs മേടിക്കാൻ നോക്കുവാണെങ്കിൽ ഡൈക്കിൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ആൻഡ് ഞങ്ങളുടെ സെക്കൻഡ് റിക്കമെൻഡേഷൻ സാംസങ്. ഇതും ഫീച്ചേഴ്സ് വൈസ് ആൻഡ് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അത് മാത്രമല്ലാതെ ഇതിൽ വൈഫൈ ഫീച്ചറും ഉണ്ട്. ഈ മോഡൽ ACs എല്ലാം 2025 ബെസ്റ്റ് സെല്ലിംഗ് ACs ആണ്. സോ ഇത് നിങ്ങൾ മേടിച്ചാലും ഒരു പ്രോബ്ലം കാണത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി ഹൈ സ്റ്റാൻഡേർഡിൽ കാണും. ഇതിന്റെ ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ACs എല്ലാത്തിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് റിവ്യൂസ് ചെയ്യുക. സോ ആ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ്.